ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പ്രതികളുടെ 1.3 കോടി വില വരുന്ന ആസ്തികൾ മരവിപ്പിച്ചെന്ന് ഇ.ഡി. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് 100 ഗ്രാം സ്വർണം പിടിച്ചെടുത്തു. സ്വർണം ചെമ്പാക്കിയ രേഖയും കണ്ടെത്തി. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഇ.ഡി. സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച് കൂടുതൽ നിർണായകമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണോ? പ്രതികളുടെ കോടികൾ വില വരുന്ന ആസ്തികൾ മരവിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത്. മറ്റ് വിശദാംശങ്ങൾ എങ്ങനെയാണ്? രോഹിണി, കടുത്ത നടപടിയിലേക്ക് തന്നെ ഇ.ഡി. കടക്കുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ഒരു റെയ്ഡിന് പിന്നാലെ തന്നെ അടുത്ത സ്വത്തുകൾ കണ്ടുകെട്ടുന്ന സ്വത്തുകൾ മരവിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. 1.3 കോടി രൂപയുടെ സ്വത്തുക്കളാണ് ഇപ്പോൾ വിവിധ പ്രതികളുടേതായി കണ്ടെത്തിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ അടക്കമുള്ള ആളുകളുടെ സ്വത്തുക്കളാണ് മരവിപ്പിച്ചിരിക്കുന്നത്. ഇവരെല്ലാവരും തന്നെ ഈ സ്വർണ്ണ കവർച്ചയിലൂടെ സമ്പാദിച്ച പണം ഉപയോഗിച്ച് വൻ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടി എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി. അതിന്റെ അടിസ്ഥാനത്തിലും ഒപ്പം തന്നെ ഇന്നലെ സംസ്ഥാന വ്യാപകമായി നടത്തിയിട്ടുള്ള ഒപ്പം തന്നെ സംസ്ഥാനത്തും മറ്റ് 2 സംസ്ഥാനങ്ങളിലുമായി നടത്തിയിട്ടുള്ള 21 കേന്ദ്രങ്ങളിലെ റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളുടെയും എല്ലാം തന്നെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. മാത്രമല്ല, സ്വർണം ചെമ്പാക്കി മാറ്റിക്കൊണ്ടുള്ള രേഖകൾ, ആ കൃത്രിമത്വം കാണിച്ചുകൊണ്ടുള്ള പ്രധാനപ്പെട്ട രേഖകൾ പലതും കണ്ടെടുത്തിട്ടുണ്ട് എന്ന കാര്യം കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ അന്വേഷണം തുടരുമ്പോഴാണ് നിർണായകമായ ഈ ഒരു വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. പുതിയ വിവരങ്ങൾ പലതും അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്യുന്നത്. ഈ റെയ്ഡിനെ തുടർന്ന് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ച രേഖകളുടെ പരിശോധനകൾ തുടരുകയാണ് എന്നും ഉദ്യോഗസ്ഥർക്കും മുമ്പ് ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കും ഒപ്പം തന്നെ ഭരണസമിതിയിലെ ആളുകൾക്കും എല്ലാം തന്നെ പങ്കാളിത്തമുള്ള ഒരു കേസാണ് ഇത് എന്ന കാര്യം തന്നെയാണ് അന്വേഷണ സംഘം ഇവിടെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടതുണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. 2019, 2024 കാലഘട്ടങ്ങളിൽ നിരവധി ഉത്തരവുകളും ഒപ്പം തന്നെ ഈ ശബരിമല സ്വർണ്ണ കവർച്ചയ്ക്ക് സഹായകരമായ രീതിയിലുള്ള നീക്കങ്ങളും എല്ലാം തന്നെ നടന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് എന്ന കാര്യം തന്നെയാണ് അന്വേഷണ സംഘം പ്രധാനമായും സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ വിശദമായ നിലവിൽ 1.3 കോടിയുടെ സ്വത്തുക്കളാണ് കണ്ടെത്തിയിട്ടുള്ളത് എങ്കിൽ കൂടുതൽ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നത് അടക്കമുള്ള നടപടിയിലേക്ക് വൈകാതെ തന്നെ അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട രേഖകൾ പലതും സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് 100 ഗ്രാം സ്വർണം അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. ഇന്നലെ നടത്തിയിട്ടുള്ള റെയ്ഡിലാണ് ഈ 100 ഗ്രാം സ്വർണം അന്വേഷണ സംഘം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ മറ്റു സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. സ്വർണ്ണക്കട്ടികളാണ് ഈ 100 ഗ്രാം സ്വർണമായി സ്വർണ്ണക്കട്ടികളാണ് കണ്ടെത്തിയിട്ടുള്ളത്. സ്വർണം ചമ്പാക്കിയതിന്റെ രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. 2018, 2024 ഇടയിൽ പുറപ്പെടുവിച്ച ഉത്തരവിന്റെ കോപ്പികൾ ഇതോടൊപ്പം തന്നെ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അടിസ്ഥാനമാക്കി കൂടുതൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നത്. ശരി, ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.